ഹായ് മക്കളെ, വെൽക്കം ടു റേസ് അഗൈൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ഇമേജ് ഫോർമേഷൻ ചോദിക്കും. പ്രതിബിംബ രൂപീകരണ ചിത്രങ്ങൾ. ചില കുട്ടികൾക്ക് ഇത് അത്ര അങ്ങോട്ട് പിടുത്തല്ല. സോ അവർക്ക് വേണ്ടി ഇപ്പം തന്നെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകേവ് ഇമേജ് ഫോർമേഷൻ ആണ്. കോൺകേവ് മിറർ നന്നായിട്ട് വരയ്ക്കുക. ശേഷം ഒരു പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യാക്ഷം വരച്ചിട്ട് ഫോക്കസും പോളും സെൻട്രൽ കർവേച്ചറും അടയാളപ്പെടുത്തി വെക്കുക. സെറ്റാണല്ലോ. ഇവിടെ അടയാളപ്പെടുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോക്കസിൽ നിന്നും ഡിയിലേക്കുള്ള അകലം 10 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എടുക്കാം, 5 ആണ് എങ്കിൽ ഈ അകലം എത്ര തന്നെയായിരിക്കണം? 5 തന്നെയായിരിക്കണം. അതായത് ടോട്ടൽ എത്ര കിട്ടും? 10 കിട്ടും. ക്ലിയർ ആണല്ലോ. ഫോക്കൽ ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും എങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കുക? സെൻറ്ററിലേക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ആദ്യം വസ്തുവിനെ വെക്കാൻ പോകുന്നത് എവിടെയാണ്? സിക്ക് അപ്പുറത്താണ്. നോക്കൂ, ഏതൊരു വസ്തുവായാലും നമ്മൾ എല്ലായ്പ്പോഴും ആദ്യത്തെ ലൈറ്റ് റേ വരയ്ക്കേണ്ടത് ഇതാ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹെഡ് എന്നായിരിക്കണം. കറക്റ്റായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നേരെ അങ്ങോട്ട് വരയ്ക്കുക. കണ്ടല്ലോ. ഇതെങ്ങനെയാണ് പോവുക? നേരെ ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. ക്ലിയർ. രണ്ടാമത്തെ ലൈറ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഫോക്കസ് കൂടെയാണ്. നേരെ ഫോക്കസ് കൂടെ വരയ്ക്കുക. അങ്ങനെ പോയിരിക്കുന്ന ലൈറ്റ് എന്ത് ചെയ്യും? സമാന്തരമായിട്ട് തിരിച്ചു വരും. കണ്ടല്ലോ. സമാന്തരമായി തിരിച്ചു വന്നാൽ എന്താ സംഭവിക്കുക? സിൻ്റെയും എഫിൻ്റെയും ഇടയ്ക്ക് വെച്ചൊരു ബിന്ദുവിൽ അത് കൂട്ടിമുട്ടും. നോക്കൂ, ഇതാണ് നമുക്ക് കിട്ടിയ ബിന്ദു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുക. എവിടെയാണോ കൂട്ടിമുട്ടിയിരിക്കുന്നത് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇമേജ് വരയ്ക്കേണ്ടത്. അവിടെയാണ് ഇമേജിൻ്റെ പ്രതിബിംബത്തിൻ്റെ തല വരയ്ക്കുക. കൂട്ടിമുട്ടുന്നിടത്താണ് കേട്ടോ. സോ അതുകൊണ്ട് ഇത് എന്ത് ഇമേജാണ്? ഇത് തലകീഴായതാണ് അല്ലേ? തലകീഴായതാണ്. അതായത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇൻവേർട്ടഡ് ഇമേജ് എല്ലാം എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അതായത് യഥാർത്ഥമായിരിക്കും. ഇനി ഇതിൻ്റെ വലിപ്പങ്ങൾ നോക്കിയേ. ചെറുതല്ലേ? അപ്പോൾ നമ്മൾ ഡിമിനിഷ്ഡ് എന്നാണ് പറയുക. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ആദ്യം ഇത് പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു പോവുക ചെയ്യുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. തലകീഴാണെങ്കിൽ റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, ചെറുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് സിയിലാണ്. മക്കളെ, സിയിലുള്ള ഇമേജ് ഫോർമേഷനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സോ നിങ്ങളൊരു കാര്യം ആദ്യം തന്നെ ചെയ്ത് വെക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ സെറ്റായിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഇതിൻ്റെ ഹൈറ്റ്. എന്നിട്ട് അതേ ഹൈറ്റിൽ താഴോട്ടേക്ക് ഒരു ഇമേജ് ഇങ്ങനെ വരച്ചങ്ങ് വെക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് അങ്ങോട്ട് വരച്ചങ്ങോട്ട് വെക്കി. ട്രിക്കാണ് പറയുന്നത് കേട്ടോ. ശേഷം ആദ്യത്തെ ലൈറ്റ് റേ നേരെ അങ്ങോട്ട് വരയ്ക്കുക. അത് ഫോക്കസ് കൂടെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവും. ഇങ്ങനെ തന്നെ പോവും. നിങ്ങൾ വരച്ചാലും ഇങ്ങനെ തന്നെ പോവും. രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഫോക്കസ് കൂടെ അങ്ങോട്ട് വരയ്ക്കുക. അവനിങ്ങനെ തട്ടിത്തിരിച്ച് എങ്ങനെ തന്നെ പോകും? ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടും. ഇവിടെ കുറച്ച് വളഞ്ഞു പോയി. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളയരുത്, സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഓക്കെ. നേരെ ഇവിടെ കൂട്ടിമുട്ടും. അപ്പോൾ ഒരേ വലിപ്പം, സെയിം സൈസാണ്. ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ്. തലകീഴായതുകൊണ്ട് എന്താണ്? റിയൽ ഇമേജ് ആണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി മൂന്നാമത്തെ നമ്മൾ എവിടെയാണ് വെക്കാൻ പോകുന്നത്? സിൻ്റെ എഫിൻ്റെ ഇടയ്ക്കാണ്. സോ നമ്മൾ പതിവ് പോലെ എന്ത് ചെയ്യുന്നു? നേരെ ഫോക്കസിലേക്ക് വരയ്ക്കുന്നു. അതെന്ത് ചെയ്യും? ഫോക്കസ് കൂടി തിരിച്ചിങ്ങനെ പോകും. സെക്കൻഡ് ലൈറ്റ് നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഫോക്കസിലേക്ക് വരയ്ക്കണം. അത് ഇങ്ങനെ തട്ടിത്തിരിച്ച് പോകും. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എവിടെയാണ് അത് കൂട്ടിമുട്ടിയിരിക്കുന്നത്? സീൻ്റെ അപ്പുറത്താണ്. സീൻ്റെ അപ്പുറത്ത് കൂട്ടിമുട്ടിയിരിക്കുന്നു. കണ്ടോ? കൂട്ടിമുട്ടിയെടുത്ത് എന്ത് കൊടുക്കുക? നമ്മുടെ ഹെഡ് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് വലിയ ഇമേജാണ് കിട്ടിയത് അല്ലേ? നല്ല വലുപ്പമുണ്ട്. കൂടാതെ തലകീഴായതുകൊണ്ട് റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ ആണോ? സെറ്റല്ലേ? സോ അത് നമുക്ക് കിട്ടി, വലിയ ഇമേജ് കിട്ടി. ഇത് നമ്മൾ ഫോക്കസിലാണ് വെക്കാൻ പോകുന്നത്. ഫോക്കസ് വെച്ചാൽ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ നേരെ നേരെ വരയ്ക്കുക. പ്രിൻസിപ്പൽ ആക്സിസ് പാരലായിട്ട് വരയ്ക്കുക. അതങ്ങോട്ട് ഫോക്കസ് കൂടി അവിടെ പോവും. കണ്ടോ? നേരെ ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. മക്കളെ, രണ്ടാമത്തെ ലൈറ്റ് നിങ്ങൾ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ഇങ്ങനെ സിയും ഇതൂടെ കൂട്ടി അങ്ങോട്ട് വരച്ചാൽ മതി. കണ്ടോ? അപ്പോൾ ഈ രണ്ട് രശ്മികളും എന്ത് ചെയ്യും? പരസ്പരം സമാന്തരമായിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും.
ഇവരൊരിക്കലും കൂട്ടിമുട്ടൂല. പക്ഷേ നമ്മൾ എന്താ പറയാന്നറിയോ? ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. അനന്തതയിൽ എന്തുണ്ടാകും? അനന്തതയിൽ പ്രതിബിംബം രൂപീകരിക്കും. ആ പ്രതിബിംബം എന്തായിരിക്കും? റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, വളരെ വലുതായിരിക്കും. ഓക്കെ, ഹൈലി എൻലാർജ് എന്നാണ് പറയുക. ഹൈലി എൻലാർജ്ഡ് എന്ന് പറയും. കിട്ടിയല്ലോടാ? സോ ഇതിങ്ങനെ വരച്ചാൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? ഓൾറെഡി വരച്ച് പഠിച്ചാണെങ്കിൽ നേരെ പോളിലേക്ക് വരയ്ക്കാം. പോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ വരുന്ന ലൈറ്റ് റേയും ഈ വരുന്ന ലൈറ്റ് റേസും എന്തായിരിക്കും? പാരലലായിരിക്കും. ഇതിൽ ഏതോ ഒന്ന് വരച്ചാൽ മതി കേട്ടോ. ഈ പച്ച വരകൊണ്ട് വരച്ച ഏതോ ഒന്ന് നിങ്ങൾ വരച്ചാൽ മതി. അടുത്തത് നമ്മൾ എവിടെ വെക്കുന്നത്? ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയ്ക്കാണ് വെക്കാൻ പോകുന്നത്. യെസ്, ഇവിടെ വെക്കുമ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് കൃത്യമായിട്ട് പഠിക്കണം. നോക്കൂ, നമ്മൾ ആദ്യത്തെ ലൈറ്റ് റേ ഇതാ പാരലായിട്ട് വരയ്ക്കുന്നു. അതെങ്ങനെ പോവും? ഫോക്കസ് കൂടെ പോവും. എന്താ സംശയം? രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ ഹോളിലേക്ക് വരയ്ക്കുന്നു. ഹോളിലേക്ക് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് പോവുക. കണ്ടോ? അതായത് ഈ രണ്ട് ആംഗിളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് റേസും പരസ്പരം അകന്നു പോവുകയാണല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഇവർ രണ്ടുപേരും ഉള്ളിലൊരു ബിന്ദു ഒന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുക ചെയ്യുക. നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ അതാ ഒരു പോയിന്റ് കൂട്ടിമുട്ടും. കണ്ടോ കൂട്ടിമുട്ടിയത്? ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. ആ കൂട്ടിമുട്ടിയെടുത്ത് എന്ത് ചെയ്യുക? തല കൊടുക്കുക ഇമേജിൻ്റെ. ഇവിടെയാണ് തല. കണ്ടോ? സോ ഇത് മാത്രം എന്ത് ഇമേജാണ്? ഇറക്റ്റ് ഇമേജാണ്, നിവർന്നതാണ്. എവിടെ ഉണ്ടായത്? കണ്ണാടിക്കുള്ളിൽ, ഇൻസൈഡ് ദ മിറർ. കണ്ണാടിക്കുള്ളിലാണ് ഉണ്ടായത് അല്ലേ. ഉടനെ എന്താ ഇതിന് പ്രത്യേകത? വലുതാണ്, ഐ മീൻ എൻലാർജ്ഡ് ആണ്. സോ ഇത് പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറക്കരുത്. ഇനി നമ്മൾ അവസാനത്തെ ഇട വയ്ക്കാൻ പോകുന്നത് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിൽ. അനന്തമാകുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ മുഖ്യ അക്ഷരം നീട്ടി വരച്ചാൽ ഇവിടെ മുട്ടും തിരിഞ്ഞ് വരയ്ക്കണം. ഏകദേശം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പകുതിയിൽ വരും പോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. പക്ഷേ അത് നിങ്ങൾ വരച്ചേക്കാൻ പാടില്ല. പരമാവധി ലോങ്ങിലേക്ക് വരച്ച് വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ ലൈറ്റർ എന്ത് ചെയ്യുക? സമാന്തരമായിട്ട് വരയ്ക്കുക. അതെന്ത് ചെയ്യും? ഫോക്കസിലോട്ട് തിരിച്ചു പോകും. രണ്ടാമത്തെ ലൈറ്റർ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ കാലുമെന്ന് വരയ്ക്കുക. നേരെ അതും എന്ത് ചെയ്യും? ഫോക്കസിൽ കൂടെ തിരിച്ചു പോകും. കണ്ടോ? അപ്പോൾ നമുക്ക് ഫോക്കസിൽ എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. വളരെ ചെറുതായിരിക്കും, കണ്ണാടിക്ക് പുറത്തായതുകൊണ്ട് തന്നെ റിയൽ ഇമേജാണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈലി ഡിമിനിഷ്ഡ് ആണ്, വളരെ ചെറുതാണ്. പിന്നെന്താണ്? തലകീഴായിരിക്കും, ഇൻവേർട്ടഡ് ആണ്, അതും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കോൺകേവ് കൂടി പഠിക്കാം. കോൺകേവ് ആകുമ്പോൾ മുഖ്യാക്ഷം എവിടെയാണ് മക്കളെ? ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കോൺകേവിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് ഇതാണ് പ്രതിപദിക്കുന്ന ഭാഗം, ഇവിടെയാണ് വസ്തു നമ്മൾ വെക്കുക. ഇവിടെ എന്തില്ല? മുഖ്യാക്ഷം ഒന്നുമില്ല. മുഖ്യാക്ഷം എവിടെയുള്ളത്? കണ്ണാടിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്കിവിടെ വെക്കണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. സോ ഞാൻ ആദ്യം ഒബ്ജക്റ്റ് വയ്ക്കുന്നു. ശേഷം ഞാൻ എന്താ ഫസ്റ്റ് ലൈറ്റർ നേരെ എങ്ങനെ വരയ്ക്കുന്നു. ഇതെങ്ങനെ പോകാമെന്നറിയോ? ഇതിങ്ങനെ ഇങ്ങോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫോക്കസിലൂടെ പോകുന്നത് പോലെ നമുക്ക് തോന്നുക ചെയ്യാം കേട്ടോ. ആൻഡ് വി ഡ്രോ ദ സെക്കൻഡ് ലൈൻ. സിയിലേക്ക് വരയ്ക്കുക, നേരെ ഇങ്ങനെ വരയ്ക്കുക, സിയിലേക്ക് അങ്ങോട്ട് വരയ്ക്കണ്ടോ. അപ്പോൾ ഇത് രണ്ട് കൂട്ടിമുട്ടുന്നില്ലേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. ഇതെവിടെ ഇമേജ് ഉണ്ടായത്? കണ്ണാടിക്ക് ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഇമേജാണ്? ഇതൊരു വെർച്വൽ ഇമേജാണ്. നിവർന്നിക്കുന്നത് കണ്ടോ? വെർച്വലാണ്, ഇറക്റ്റാണ്, ഡിമിനിഷ്ഡ് ആണ്. അതായത് മിഥ്യയാണ്, നിവർന്നതാണ്, ചെറുതാണ്. കിട്ടിയല്ലോ. സോ കോൺവെക്സിൻ്റെ ഇമേജ് ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. കോൺവെക്സ് നമ്മൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ ഇതാ ഞാൻ വളരെ ദൂരെ വെച്ചു, ഇവിടെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് എവിടെ കിട്ടാന്ന് ചോദിക്കുമോ? ഇങ്ങനെ പോകുന്നു, ഫോക്കസിലേക്ക് വരയ്ക്കുന്നു, അടുത്ത നേരെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്നു. കണ്ടോ? പ്രോപ്പർട്ടി സെയിമാ. എന്താ പ്രോപ്പർട്ടി? ഇൻസൈഡ് ദ മിററിൽ വെർച്വലും ഇറക്റ്റും സ്മോൾ സൈസും അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ എഴുതിയത്. ദ വെർച്വൽ, ഇറക്റ്റ്, നിവർന്നത്, സ്മോൾ സൈസ് അല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരെ അത് മനസ്സിലാക്കി വെക്കുക മക്കളെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സോ ഇമേജ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിൽ ഉറപ്പായും ചോദിക്കും. 3 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈകുന്നേരത്തെ ലൈവിൽ കാണാം. ബൈ.